ഹലോ മക്കളെ, അസ്സലാമലൈക്കും. നമ്മളിപ്പോൾ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അനിയൻ നമ്മുടെ പുറത്ത് പോയിക്കാണ്, ഓൻ എന്തോ ഷോപ്പിന്റെ ആവശ്യത്തിന് വേണ്ടി പോയിക്കാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മമ്മ എന്താണ് ഫുഡ്? ബീഫ് വെക്കുക. ബീഫ് വെക്കുക. ഫുഡ് നമുക്ക് നെയ്ച്ചോറ് എന്തെങ്കിലും വേണമെങ്കിൽ വെക്കാം. നെയ്ച്ചോറ് അരി ഉണ്ടേനി? അരി സാധനമൊക്കെ ഉണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. ഇന്നലെ നമ്മൾ ഓൾറെഡി നെയ്ച്ചോറ് വെച്ചാണ്, അതായത് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് അല്ലേ? അതല്ല കപ്പുണ്ട്, കപ്പ. കപ്പ മതി. ഞാൻ മറന്നടാ. അപ്പൊ ഇതൊക്കെ ഇത് എന്താ അറിയാ, ഇതാണ് ഇതെന്താണ് പോത്ത്. പിന്നെ ഇനി സാധനങ്ങളൊക്കെ എന്താണ്? ഉള്ളിയും മറ്റും മറിച്ചൊക്കെ. അല്ല, അപ്പൊ കപ്പിക്ക് എന്തിനാ ഈ സാധനങ്ങളൊക്കെ? അത് ദീക്കാണ്, കപ്പ വേറെ വെക്കുള്ളൂ. ഗൈസ്, എങ്ങനെയാണ് കപ്പ ഉണ്ടാക്കേണ്ടതെന്ന് അറിയാത്തോല് കാണട്ടോ. ഭയങ്കര തണുപ്പ്. കപ്പ ഉണ്ടാക്കാൻ കുറച്ച് താമസം ഉണ്ടാവും. അപ്പൊ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ബീഫ് മസാല ഉണ്ടോ? വേറെ സംഭവം പറയുന്നുണ്ട്, അത് എന്താന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊന്നും ഇടുന്ന കാണണ്ടേ? മഞ്ഞളൊന്നും മഞ്ഞളൊന്നും കാണും. അയ്യ, ഇനി ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണേനല്ലേ കപ്പി ഇതൊക്കെ. ഇനിയിപ്പോ ഉമ്മമാന്റെ സ്പെഷ്യൽ കാണാത്തോല് കാണട്ടോ. ഉമ്മമ്മ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാന്ന് അറിയില്ല, ഉമ്മാന്റെ രീതി എങ്ങനെയാ അറിയില്ല. ഉമ്മക്ക് ഉണ്ടാക്കാൻ അറിയാം കപ്പ? എല്ലാം ഉണ്ടാക്കും, പക്ഷെ തിന്നാൻ പറ്റില്ല തോന്നൂല്ലേ? അതൊന്നല്ല. എന്താ ഞങ്ങൾ തന്നെയല്ലേ പങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നാല് ഞങ്ങള് ഇറച്ചിട്ടു ഉള്ളി ചതച്ചത് ഇട്ടു കേട്ടോ. അത് ഇന്റെ ബിരിയാണി കേട്ടോ, ഉള്ളി അരച്ചിട്ടു. ഇനി ഇതാക്കണ ഉള്ളി അരിഞ്ഞത്, തക്കാളി, പച്ചമുളക്, കരിവേപ്പില എല്ലാം കൂടെ ഇട്ടു. അപ്പൊ ഇതൊക്കെ സെപ്പറേറ്റ് ഓരോന്നും ആക്കിയിട്ടല്ലേ ഇടേണ്ടി? അത് ഇറച്ചി കാര്യം വേണ്ട. ഇനി ഉപ്പിടാണ്. അങ്ങനെയൊക്കെയാണ് ഇവര് പറയുന്നത് കേട്ടോ. ഉപ്പ് ഇട്ടേ. ഏതാണ്? കല്ലുപ്പോ? പൊടി. ഇമ്മാന്റെ ഒക്കെ വേറെ എന്തൊക്കെയാണ്? പട്ട ഇട്ടാലും വേണ്ടില്ല, പിന്നെ ഇട്ടാലും വേണ്ടില്ല. പട്ട വേണമെങ്കിൽ ഇട്ടാ മതി എന്നാ പറയുന്നത്. അല്ല, ഇത് തീരുമാനത്തിലെത്തി. ഇതേ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ഇട് കട്ടമക്ക് എല്ലാം വാരി കോരിയിട്, എന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളത്. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു സംഭവം ഉണ്ട്, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഉമ്മാൻ്റെ ഈ കുരുമുളക് പൊടിയൊന്നും അത് ഇട്ട് കഴിയട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതിനെ പറ്റി ഇമ്മമാന്റെ അഭിപ്രായം ഞാൻ ചോദിക്കുന്നുണ്ട്, മമ്മ പറയണം കേട്ടോ. കുരുമുളകിന്റെ പൊടിയല്ല, വേറെ സംഭവം ഉണ്ട്. അതെന്താണാവോ? അതാണ് നമുക്ക് കാണേണ്ടത്. ഉമ്മ കുരുമുളക് പൊടി ഒന്ന് എടുക്കുമോ, എന്നിട്ടാണ് ആ സർപ്രൈസ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പൊ ഞാൻ നേരെ വാങ്ങി കുരുമുളകിന്റെ പൊടിയോടെ. അല്ലേ ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കാണേ. വെള്ളം ഒഴിച്ച് നേരെ അടുപ്പത്ത് വെക്കുക. ഇത് അങ്ങനെയൊക്കെ ഉണ്ടാക്കല്. ഇവരെ ഉണ്ടാക്കേണ്ട രീതി ഒന്നും അറിയില്ല കേട്ടോ. ഒരു പ്രത്യേക തരം ഉണ്ടാക്കലാണ്. സാധാരണ നമ്മളെ ഉള്ളിയൊക്കെ വഴറ്റിട്ടൊക്കെ അല്ലേ ഫുഡ് ഉണ്ടാക്കല്. ഇതെല്ലാം പാട് ഒരുമിച്ചാടല്ലേ? ഇത് ബീഫാണടാ. ഇത് ബീഫ് വേകണ്ടേ? ബീഫ് വേഗം നല്ല ടൈമാണോ? പിന്നെ ഇപ്പൊ സമയം നോക്കാം എത്രയാണെന്ന്. ഇപ്പൊ സമയം 1:15. എന്നാലും 3 മണി ആകുമ്പോ ചെലപ്പോ ആവും. അത്രക്ക് ടൈമാണോ? അത്രയും ടൈം വേണം. അതിന് ചരുവം വെള്ളം വെച്ചാൽ വെള്ളം അത് വറ്റണം. അത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ അടുപ്പില് ഫുഡുകൾ ഉണ്ടാക്കുന്നത്? ഇതിൽ വെച്ചാൽ വേവിച്ചെങ്കിൽ ഒരു സുഖം കിട്ടുള്ളൂ. അതിപ്പോ നമ്മളെ പുതിയ പെരിയിലായാലും ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് പുറത്തൊരു അടുപ്പ് കൂട്ടണേക്കാരല്ലേ? അവിടെ നമുക്ക് പുറത്തൊരു അടുപ്പ് വേണം. അതെല്ലാരും പെരിയിലും കാണലുണ്ട്. അതെന്താ അറിയോ, നമ്മളെ അത്ര വലിയ സാമ്പത്തിക ഇല്ലല്ലോ. സാമ്പത്തികം ഇല്ലോരും അങ്ങനെ തന്നെ. ഇല്ലോരും അങ്ങനെ തന്നെയല്ല. ഇതിനൊക്കെ നല്ലോണം ഗ്യാസ് വേണം. അത് കരി പിടിച്ചാൽ ഇതെന്താ അറിയോ, നമ്മളെ ചട്ടി കലത്തുമ്പോ കരി പിടിക്കൂല. ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. നമ്മളെ മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ പ്രോബ്ലം എന്താണ്, പ്രശ്നം എന്താണ്? കറണ്ട് ഒരു സ്ഥലത്ത് നിൽക്കണില്ല. 10 വട്ടം പോകും. എത്ര വട്ട ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന ടൈമിനെ നോക്കിക്കോളൂ, എത്ര വട്ട പോകുന്ന അറിയാം. നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, അമ്മാതിരി ഷോക്കാണ് നമ്മളവിടെ. എപ്പോഴും ഒരു കാറ്റടിച്ച ഒരു ഇല അനങ്ങിയാ മതി, അപ്പത്തിന് കണ്ടു. ഇപ്പൊ ഈ ഇല എങ്ങനെ കണ്ടില്ലേ? ഞാനിത് ഊറ്റാട്ടോ, ഇത് കോരിട്ടേ ഇതിൽ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് മഞ്ഞളും ഇട്ടിട്ട് ഇളക്കി. എന്താ വെള്ളത്തിലിട്ട് പുയിങ്ങ? ഇത് പുയിങ്ങ കോരിയാണ്. ഇത് കണ്ടത് പഴയ കേടായിക്കണം. പൂളൊക്കെ 2-3 ദിവസം പഴക്കുണ്ട്. നമുക്ക് കാണിച്ചു കൊടുക്കാം. സസ്പെൻസ് ഓപ്പൺ ആക്കി കാണി.
അപ്പോ വലിച്ച് ഇങ്ങോട്ട് വലിച്ച് രണ്ടുമാണ് വലിച്ച്. ഇത് ഞങ്ങളെ അപ്പവും കുട്ടി, ഇത് ഞങ്ങളെ ഇതും അപ്പവും കുട്ടികളുമാണ്. ഈ അപ്പു ഇന്നലെ പെറ്റു. ഓൾക്ക് പെറ്റു 3 കുട്ടികളുണ്ട്. ഇന്നലെ ഓളെന്ത് കട്ടിക്കണ ഇത് പെറ്റിട്ട് ആകെ ഒരാഴ്ച ഉള്ളൂ, 4 ദിവസമായിട്ടുള്ളൂ. 4 ദിവസമായിട്ടുള്ളൂ. ഇതിപ്പോ ഇന്ന് പെറ്റിരിക്കണേ. അപ്പൊ എന്താ നിങ്ങളെ പരിപാടി? ഏതാന്ന് പറഞ്ഞു തരുമോ? ഇങ്ങനെ പെറ്റ് കൂട്ടാനുള്ള പരിപാടിയാ? ഉമ്മമാന്റെ അലമാരന്റെ ചോട്ടി. ആ നല്ല കാര്യമായി പോയി. അല്ല ഇത് ഉമ്മമ്മ അറിഞ്ഞോ? എന്താ ഉമ്മമാന്റെ റിയാക്ഷൻ? ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ചോദിച്ചോക്കട്ടെ, ഉമ്മമ്മനെ ചോദിച്ചോക്കട്ടെ. അപ്പൊ ഇത് കണ്ടില്ല, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് ഇനി ഈറ്റാളെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഒന്ന് കണ്ണ് കയറി കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളോട് ചോദിച്ചും. 2 വെള്ളക്കുട്ടികളുണ്ട്, ഒരു കാപ്പി എന്തോ ഒരു പോലത്തെ കളറുണ്ട്, പിന്നെ ഇതിലും ഉണ്ട് നല്ല രസമുള്ളതുണ്ട്. ഇതിൽ 4 എണ്ണം, ഇതിൽ 3 എണ്ണം. നിങ്ങൾ പറയട്ടോ, നമ്മൾ ഇതിനെ കൊടുക്കണ ഈ കാര്യം. ഇവര് 2 ഒപ്പം കൊണ്ടുവന്നേ ഒപ്പം പ്രസവിച്ചു. നന്നായി. നമുക്ക് ഇമ്മമാരോട് ചോദിച്ചു നോക്കാം. ഉമ്മമ്മ എന്താണ് നമ്മളെ ഇവിടെ നടക്കുന്ന സംഭവത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? പൂച്ച എന്താ നടക്കണേ? അതിനെ പറ്റി എന്താ ഉമ്മമാക്കാണ് പറയാനുള്ളത്? അഭിപ്രായം ചോദിച്ചാൽ വേഗം കൊടുക്കല്ലേ? അടുക്ക് ഗൈസ്, നമ്മള് പണ്ടൊട്ടേ കേട്ട് വരുന്ന കേട്ടോ 12 പൂച്ച ഒരുമിച്ച് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ മൊത്തം 13 പൂച്ചയായി ഇവിടെ. 13 പൂച്ചകളായി. അതേ 13 പൂച്ച ഇന്നലാന്തിക്ക് വെച്ച് നേരത്തൂടെ കൂടി നമ്മളെ 12 പിന്നെ ഒരു ദിവസം ആകുള്ളൂ. അങ്ങനെ ഉണ്ടോ? അപ്പൊ എന്താണ് അങ്ങനെ 12 പൂച്ച വായുലാന്ന് പറയുന്നുണ്ട്. ഞമ്മക്കറിയാം, അനുഭവമല്ലേ. അപ്പൊ പിന്നെ നമുക്ക് വന്ന് ഇന്നലെ രാത്രിയെ പറ്റിക്കണ് 13 പൂച്ചുണ്ട്. എന്താ സമയം ഞമ്മക്കറിയില്ല. ഇമ്മമ്മ മനസ്സിൽ പ്രാഗാണ്. പാണ്ടാറകൾ ഒന്ന് വെച്ച പോലെ അടുത്ത വെറ്റുകാറുണ്ട്. എന്നിട്ട് ഇതില് പാചക ചേർക്കാല് ചേർക്കണം. അതിലെന്താ ചേർക്കാനുള്ളത്? ഉപ്പിടും, എന്നിട്ട് ഇളക്കി. അത്ര ഉപ്പോ? ഉണ്ടാവില്ല, അത് പാകിക്കാരം. പാകാവുന്ന അമ്മമ്മ പറയുന്നത് കേട്ടോ. ഞാൻ ഇപ്പൊ ഇന്നൊന്നല്ലല്ലോ ഇപ്പൊ ഇവിടെ പാചകം തുടങ്ങി. മഞ്ഞളിന്റെ മണമൊക്കെ പോവട്ടെ. പൂച്ചക്കുട്ടികളെ വേണ്ടിയവരൊക്കെ കണ്ണ് കീറിയാ കൊടുക്കണാണ്. കൊടുക്കാൻ മനസ്സുണ്ടായിട്ടൊന്നല്ല. പിന്നെന്താണ്? കുട്ടികളെയല്ല വലിയോലിയും കൊടുക്ക. വലിയോളിയും വാണ്ടിയോലി പറഞ്ഞോളി കേട്ടോ. വലിയ പൂച്ചാളെ വാണ്ടിയോലും പറഞ്ഞോളി. എടുക്കാൻ നല്ല സോഫ്റ്റാ. എടുക്കാൻ സോഫ്റ്റ് ആയിട്ട് കാര്യമില്ല ഗൈസ്. ഈറ്റാളെ നോക്കി നടക്കണ്ടേ, അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ നമ്മുടെ തത്തക്കുട്ടി ഉണ്ട് കേട്ടോ, കാര്യമായിട്ട് കുളിക്കാൻ തോന്നുന്നുണ്ട്. ഇഷ്ടല്ല സാധനം എന്താ അറിയോ? പേരക്ക. അത് മാത്രമേ തിന്നുള്ളൂ. ഇപ്പൊ ഇരുമ്പുളി കൊണ്ടേ കൊടുത്തു, അത് വേണ്ട. തക്കാളി ഇടക്ക് തിന്നും. പേരക്കല്ലേ നമ്മളെ പേരക്ക പറയുമ്പോ, അല്ലെങ്കിൽ മറ്റേ താഴത്തെ ഉണ്ട്. പോയി ഇന്ന് കൊണ്ടുവന്നത് ഏതായാലും. തത്തമ്മ പാകം ഒച്ചയും വിളിയാണ്. ഉടമല്ലേ ഇതിനാരും ഇല്ലേ? ഉടമക്കാര് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വരണ്ടിയല്ലേ? അല്ലെ നമ്മളെ വീഡിയോ കാണാത്ത ആൾക്കാരൊക്കെ കാലുമ റിങ്ങൊക്കെ ഉണ്ട്, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അല്ല എന്ത് വേഗാന് അല്പം ഓടാൻ ലേശം താമസം പൂളക്കോ? അപ്പൊ ഉമ്മമ്മേന്റെ ഐഡിയ ആണ് ഇപ്പൊ എടുക്കാൻ പോണത്. എന്തുകൊണ്ടാണ് ഈ കുത്തിച്ചാക്കുന്നത്? ആ സാധനം കാണിച്ചു കൊടുത്താണ് നമ്മളെ ആൾക്കാർക്ക്. ഉള്ളി ഇറക്കണ ഒരലിതാക്കണ പലതരം ഐഡിയകളാണ് ഉമ്മമാരുടെ അടുത്തുള്ളത്. ഉമ്മമാരുടെ അടുത്ത് നിങ്ങൾ ഇത് മാത്രമല്ല, ഇതിലേറെ കാഴ്ചകൾ കാണാനുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ തന്നെയാണല്ലേ പരിപാടി. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ ആയുധം. ഇതാണ് ഉമ്മമാന്റെ ആയുധം. ഇപ്പോഴാണ് ശരിക്കും ലെവലായത്. പേരക്ക ഉണ്ടായിനി, പേരക്കമരൊക്കെ ഉണ്ടായി വെട്ടിയിട്ടല്ലേ? അവിടുത്തെ പേരക്ക വരുമ്പോ നല്ല ഉണ്ടായില്ലോ. നമ്മള് ബാക്കത്തെ പേരക്ക വരുമ്പോ എന്തായി? പേരക്കല്ല, അതൊക്കെ ഉണ്ടായത്. പുതിയ ഐഡിയ കുത്തി അടച്ചു. ഞാനൊന്നല്ല, ഉമ്മമാന്റെ ഐഡിയ ആണ്, എന്റെ ഐഡിയ ഒന്നുമില്ല. ഞാൻ വിളിച്ച് കാട്ടി കൊടുത്തു. ഈ കറി അതിൽ കുഴക്കൂലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ല, നമ്മളിത് വേറെ വിളമ്പോ, എന്നിട്ട് കറി വെച്ചിട്ട് നമ്മൾ തിന്നു. 2 മാസം സെപ്പറേറ്റ് ഇല്ലേ?
ആ ചെങ്ങായി എന്തീ വരാത്തോ കുറെ നേരമായി മറ്റോ ഷോപ്പിൽ പോയിട്ട് ആര് അനുവേ എന്നിട്ട് ഓൻ വന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് കഴിക്കാന്ന് വിചാരിച്ചപ്പോ ഓനാണ് തേങ്ങ കാണാനും ഇല്ല. എന്താണ് അറിയണേ അന്ന് പറഞ്ഞത് എന്താ പറഞ്ഞത്? അത് നിലത്ത് വീണ കപ്പക്കാരൻ വീണ സാധനങ്ങളൊക്കെ എറിഞ്ഞ് കളിച്ചിട്ടുണ്ട്. ഇമ്മ വെക്കണേ ചൂട് കാലത്ത് നടക്കൂലല്ലേ അമ്മ, ഫ്രിഡ്ജിത്തെ വെള്ളമില്ലാതെ. ഈ ഫ്രിഡ്ജും പാടല്ലേ ഉണ്ടല്ലോ കുടുങ്ങീനിയാകെ. ഞങ്ങൾ കടക്കൽ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഈ ഫ്രിഡ്ജാണ്ട് തുറന്നിടും, എന്നിട്ട് ഇവിടെ അടിയിൽ മറ്റേ തലേണ ഇട്ടാണ്ട് കടക്കും. ഞാൻ മിക്കപ്പോഴും എങ്ങനെയായിട്ട് കടക്കല്, കാരണം നടക്കൂല എമ്മാതിരി ചൂടാണ്. 2 ദിവസമായിട്ട് പേരും ചൂടാണ്. ആദ്യം ഉമ്മാൻ്റെ എന്താണ് ഉമ്മ ഫ്രിഡ്ജിത്തെ വെള്ളം കുടിച്ചേനല്ലേ, ഇനിയിപ്പോൾ എന്താ ഫ്രിഡ്ജിത്തെ വെള്ളം അല്ലേ പറ്റൂലേ? അതെ ഉള്ളി അരിയട്ടെ. തുടങ്ങിയിട്ടില്ലേ ചിക്കൻ കറി ആയില്ലേ? ഇനിയിപ്പോ അത് വേവാകണ്ടേ, അത് വേകാൻ കുറച്ച് താമസല്ലേ. ഏക്കാണ് ഇപ്പൊ ഈ ഉള്ളി ഉണ്ടാക്കണേ? അത് കറി തൂപ്പിക്കാന്. കറി തൂപ്പിച്ചാ അപ്പൊ കറി ആയിട്ടില്ലേ? അത് വേഗണ്ട കുട്ടികളെ ഈ കറി വെച്ചിട്ട് നമുക്ക് കപ്പ തിന്നാ. കറി കൂട്ടിങ്ങാണ്ട് കപ്പ തിന്നാ. അതിന് ഉള്ളി അപ്പൊ അരിയട്ടെ. ചിക്കൻ ഇപ്പൊ ആയിട്ടില്ലേ? ചിക്കൻ അല്ല ബീഫ് ആയിട്ടില്ലേ? അപ്പൊ ഇതിൽ എന്താ ബന്ധുകൊണ്ടിരിക്കണേ ഉമ്മ? നല്ലോണം വേവാനുണ്ട്. അപ്പൊ ഉമ്മ ഇതിനെ പുള്ളി അരിയണത് അത് വെറുതെ അരിഞ്ഞേക്ക. ചാറ് അപ്പൊ തൂമിക്കണ്ടേ അറിയണം. എന്തൊക്കെയാന്നുള്ളത് ഇമ്മമാക്ക് തന്നെ അറിയുള്ളൂ, നമുക്കൊരു തേങ്ങ അറിയില്ല. അതെ ഉമ്മാക്ക് എന്നെ അങ്ങോട്ട് എടുക്കണം. അല്ലെങ്കിൽ ഞാനെടുത്ത് അതിനൊരു 100 കുടിക്കണം. അതിപ്പോ ഞാൻ എന്തേലും കൂട്ടാണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കൊരു സാധനം ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമ്മമ്മ ഞാൻ കാണാതെ വന്നിടും, അതറിയോ? അങ്ങനത്തെ ടീമാണ്. അതിക്ക് വേണ്ടി സാധനം ചേർത്തിട്ട് ഉപ്പ് ഉണ്ട്, സാധനത്ത് ഉപ്പ് തന്നെ ഉണ്ട്. ഉപ്പൊക്കെ ഉണ്ട്, പക്ഷെ വേറെ കുറെ സാധനങ്ങളുണ്ടല്ലോ. എന്നാലും പണ്ട് കാര്യമില്ല. മഴയൊന്ന് പെയ്തെങ്കിൽ കാറുമോ ഇപ്പം മഴ പെയ്തിട്ട് എത്ര ദിവസമായി? മഴ അങ്ങോട്ട് പെയ്യലുണ്ടോ? മഴ പെയ്തിട്ടേ ഇല്ല. മഴക്കാലം ആകുമ്പോൾ നമ്മളെ അവസ്ഥ എന്താകുമല്ലേ അമ്മ മറ്റേ പെരീത്തത്? അപ്പം നമ്മൾ അങ്ങോട്ട് പോവോ മഴക്കാലം ആകുമ്പോൾ? ഇതിന് മഴക്കാലം നമുക്ക് പോകാണ്, ഞമ്മക്ക് പോരുന്നത് പറഞ്ഞിട്ട് പഞ്ചായത്തുകാരെ തീരുമാനം പോലെ ഇരിക്കും. അതന്നെ. അങ്ങനെ കഴിച്ച് ഫുഡ് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ പോയി കുളിച്ചോ? ഞാൻ നേരത്തെ കുളിച്ചു. പിന്നെ ഇമ്മമ്മ കുളിച്ച് റെഡി ആയി വന്നിക്കണേ, ഡ്രസ്സൊക്കെ മാറ്റിക്കണേ. നമുക്കെന്നാ വിളമ്പല്ലേ? എന്തായി നമ്മൾ ഇതിന്റെ അവസ്ഥ എന്തായി? കപ്പ ഉണ്ട്, കറി ഉണ്ട്. കറി എവിടെ? കറി അങ്ങനെ ഇട്ടില്ല, കപ്പ ഓൾറെഡി ആയതാണ്. കറി അങ്ങ് ഓപ്പൺ ആയിക്കണി. ഓക്കെ കറിയായി. അങ്ങോട്ട് കൊണ്ടുപോയി അവിടുന്ന് വിളമ്പിയാൽ മതിയല്ലോ. അല്ലേ കരിയാവുക ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോയി നമ്മൾ തിന്നണ അവിടെ നിന്നല്ലേ, ഇവിടെ അടുപ്പത്തുനിന്ന് എടുക്കുകയല്ലേ. കപ്പ വലിയ കോണം പോരാ. ഇപ്പം അങ്ങനെയായോ? കുഴപ്പമില്ല. മമ്മ വരി ഇനി അവിടെ നിൽക്കല്ലേ? ഇല്ല വരികയാണ്. നമ്മൾ എന്തെങ്കിലും ഒക്കെ സാധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മളെല്ലാവരും തിന്നായിരിക്കാൻ നേരത്ത് മമ്മനെ കാണൂല. അമ്മമ്മ അപ്പോഴും അടുക്കളയിൽ എന്തെങ്കിലും ഒക്കെ കുത്തിപ്പറക്കിക്കൊണ്ട് നിൽക്കും. അങ്ങനെ അമ്മമ്മ എങ്ങനെയുണ്ട് മമ്മ തിന്നോക്കി? അത് ഉമ്മയാണ് മമ്മയുടെ തിന്നണേ. ആ എന്നാ അമ്മമ്മ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കിട്ടോ. എങ്ങനെയുണ്ട് നമ്മളെ പൂളൻ്റെ കറിന്ന്? കപ്പക്കറി, കപ്പിയും ബീഫിൻ്റെ കറിയും അടിപൊളി. അടിപൊളിയാ? മമ്മ ഉണ്ടാക്കിയോണ്ട് അടിപൊളി. നീ ഇമ്മാൻ്റെ അഭിപ്രായം പറയണി, ഇമ്മാൻ്റെ അഭിപ്രായം പറയണി. അപ്പൊ ഇതാണ് ഉമ്മമാൻ്റെ ഫുഡ് അല്ലേ? ഇതാണ് ഇപ്പൊ ഇന്ന് ഉമ്മമ്മ ഉണ്ടാക്കിയത് മെനക്കെട്ടിട്ട്. സംഭവം നല്ല രസമുണ്ട്. മറ്റുള്ള കട്ടുമ്പോ കയറുന്നുണ്ട്. എന്നാ അമ്മമ്മ നമുക്ക് വീഡിയോ അതിന്റെ പക്കിയല്ലോ. എന്നാ എല്ലാരോടും ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞാളി. എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കണേന്ന് അറിയാം. റെസിപ്പിയാളൊന്നുമില്ല, എല്ലാരും ഉണ്ടാക്കണം വായിക്കണേ. അപ്പൊ എല്ലാവർക്കും ടാറ്റ കൊടുത്താണി. അങ്ങനെ രസമാണ്. ടാറ്റ കൊടുത്താണി. മക്കളെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.